അല്ല ഒരുപാട് സന്തോഷം അതില്. എനിക്ക് നടികറിനെ പറ്റിയാണ് പറയാനുള്ളത്. ജീൻചേട്ടൻ എന്നതാ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ നീ അടിക്കണല്ല. നടികറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നടികറിന്റെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികറിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവാനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ. ജീൻചേട്ടനോട് എനിക്ക് ഏറ്റവും വലിയ നന്ദി വരാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ്റെ പടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുപേട്ടൻ എന്ന് പറഞ്ഞ അവിടെ അനുപേട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. പുള്ളിക്ക് ഞാൻ അനിയനെ പോലെ. കാരണം എല്ലാവരും ലാലങ്ങളിലേക്ക് ഒരു മൂവിയുടെ പാട്ടാകുന്നു പറ്റിയതിൽ. അതിൽ നടികറിന്റെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടന്റെ പടമാണ്, നീ എന്തായാലും പോയി ചെയ്യണം, കഥയോ ആൾക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പടമ, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പടമ, അത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ അല്ലേ? എന്തായാലും ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. അങ്ങനെയൊന്നുമില്ല ഇല്ലേ? അതെ, കണ്ടില്ലേ? വേറൊന്നും പറയാനില്ല. എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും വന്ന് പറയണ പോലെ തന്നെ മെയ് 3 പടം റിലീസാവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇപ്പോ നമ്മള് ജീൻചേട്ടന്റെ മൂവീസിനെ കുറിച്ച് നോക്കുക. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ്, ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ എൻ്റെ സെയിം ടീം ആൻഡ് ക്രൂ. ടോവിനോ ആണ് പുതിയ ആള്, ഒരു ഫാമിലിയിൽ തിരിച്ചു വന്ന പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ തീർച്ചയായിട്ടും മെയ് 3 തിയേറ്ററിലേക്ക് വന്ന് കാണുക. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹനീബിക്ക് ശേഷം ആ ഒരു ടീം, പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് 3 എത്തുന്നത്? ഓൺ യുവർ പെർസ്പെക്റ്റീവ്. ഓക്കെ, ജീൻ്റെ മൂവിയാണ്. സോ ജീൻ്റെ മൂവി എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ മേലെ ഇവൻസ് ഔട്ട് ടോവിനോ തോമസ്, സൗദൻ ഷാഹിർ മൂവി. സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിലെല്ലാം ഉണ്ട്. ചിരിക്കാനുണ്ട്, വിഷമിപ്പിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, എല്ലാ എലമെന്റ്സും ഉണ്ട്. Okay, so once again a big round of applause to Vamala. Thanks a lot for joining. Very good, thank you so much. Yes, എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങളുടെ അടുത്ത് പറയാനുള്ള നടികർ വിശേഷം എന്തൊക്കെയാണ്? I'm so happy to be a part of this movie. ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പാഷനറ്റ് മൂവി. എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് ഹാവിങ് ടു ഷെയർ എ മൂവി വിത്ത് Bhavna. It's like amazing for me. So thank you to Alan and Nanu and everyone and Jean. Thank you so much for this. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും 2 മണിക്കൂർ 3 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോൾ? അപ്പോൾ അതാണ് സന്തോഷമായില്ലേ ടോവിനെ കണ്ടപ്പോന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിന്ന് നേരത്തെ ഇത് പറഞ്ഞപ്പോൾ ടോവിന്റെ കൂടെ വേറൊരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ഷീ വാസ് ബ്ലഷിംഗ്. അല്ലേ? സോ ആൻഡ് ഹൗ ഇസ് ദിസ് എക്സ്പീരിയൻസ് ഇവിടെ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്ന ലുലു മോളിൽ വന്നത് ഹിയർ ഫോർ യുവർ മൂവി, ഫോർ യുവർ അപ്കമിംഗ് മൂവി? എല്ലാ ആഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ഹോം ഓവർ ഹിയർ. ഐ ആം എ മോൾ ഗേൾ. സോ അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയും ഞാൻ ഒന്നുകിൽ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഇവരെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു
യെസ് സോ താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് us. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം ഫോർ ദിവ്യ പിള്ളൈ. വെരി ഹാപ്പി ദാറ്റ് യു ജോയിൻഡ് us this day. I'll get you back. Okay. Yes, and